ഈ സന്ധ്യകൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിശുദ്ധിക്ക് അധ്വാനിക്കുന്ന അഭിഷിക്തന്മാരായ കർത്തദാസന്മാർ, കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കൊതിയോടെയാണ് കടന്നു വന്നിരിക്കുന്നത്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13ഉം 14ഉം വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ആമേൻ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13ഉം 14ഉം വാക്യങ്ങൾ വായിച്ചാൽ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 വാക്യശകലങ്ങളാണ് വായിച്ചത്. 3-ാമത്തെ വാക്യം മുതൽ സ്വർഗത്തിലെ എന്ന് തുടങ്ങി മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്യം വരെ തൃത്വം അല്ലെങ്കിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ രക്ഷണ്യ പ്രവൃത്തിയിൽ ചെയ്ത ക്രിയകൾ എന്താണ്? വാട്ട് ദ ഹോളി സ്പിരിറ്റ് ഡൺ, വാട്ട് ദ സൺ ഡൺ ആൻഡ് വാട്ട് ദ ഫാദർ ഡൺ. What the Holy Spirit did in our salvation, what Father did in our salvation, and what the Son did. 3 പേർക്കും വ്യത്യസ്തമായ റോളുകൾ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ വചനങ്ങൾ പറയുന്നു. പിതാവാം ദൈവം തിരഞ്ഞെടുത്തു. അവൻ പുത്രനിൽ നമ്മളെ ദത്തെടുത്തു, നമ്മളെ മുൻ നിയമിച്ചു. പുത്രനായ യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. അവനിൽ നമ്മൾ അവകാശം പ്രാപിച്ചു. അവനിൽ നമ്മൾ ആ മഹത്വത്തിൻ്റെ പുകഴ്ചയായി തീർന്നു. അവനിൽ നമുക്ക് ആമേൻ ഇൻഹെറിറ്റൻസ് കിട്ടി. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് ആ ഖണ്ഡിക അവസാനിപ്പിക്കുമ്പോൾ, ആക്ച്വലി ഇതൊരു ഖണ്ഡികയില്ല, ഒരു ലോങ് സെൻറ്റൻസ് ആണത്, ഒരു കോംപ്ലക്സ് സെൻറ്റൻസാണ്. 3 to 14 ഒറ്റ സെൻറ്റൻസാണ്, ഒറ്റ ശ്വാസത്തിൽ വായിച്ച് തീർക്കേണ്ടതാണ്. 13-ാം വാക്യം പൗലോസിൻ്റെ ഇഷ്ടവാക്യത്തിലാണ് തുടങ്ങുന്നത്. ഇഷ്ടവാക്ക്: അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. 13-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വചനത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് കൊണ്ടുപോകുമ്പോൾ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. അപ്പം പൗലോസ് പറയാണ്, എന്താണ് സുവിശേഷം? ഒരു പുതിയ നിർവചനമല്ല, പരിശുദ്ധാത്മാവ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. സോ വാട്ട് ഈസ് ഗോസ്പൽ? ഗോസ്പൽ ഈസ് അവർ റിഡംഷൻ. അത് നമ്മുടെ രക്ഷയാണ്. നമ്മളിലേക്ക് എങ്ങനെയാണ് ആ രക്ഷ വന്നത്? ആ രക്ഷ സുവിശേഷം മുഖാന്തരമായിട്ടാണ് വന്നത്. എന്തുവാണ് ഈ സുവിശേഷം? സുവിശേഷം എന്ന് പറയുമ്പോൾ പുതിയ നിയമം പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. സോ ഗോസ്പൽ ഈസ് ജീസസ് ഹിംസെൽഫ്. യേശുവാണ് സുവിശേഷം. അപ്പം അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം, the true word, in whom ye also have heard the word of the truth, the gospel of your salvation, in whom having also believed. നിങ്ങളത് കേട്ടു, ആ സത്യവചനം നിങ്ങൾ കേട്ടു. ഈ സത്യവചനം കേൾക്കാനുള്ള കാരണം അവനിൽ ആണ്. അത് കേട്ടതുപോലും നമ്മുടെ ക്രെഡിറ്റ് അല്ല. അത് കേൾക്കാൻ കിട്ടിയ അവസരം പോലും നമുക്ക് പുകഴ്ച പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഓൾസോ ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം. ഇന്ന് രാത്രി പ്രയർ ലൈനിൽ പ്രാർത്ഥിക്കാൻ വന്ന ദൈവമക്കളെ, സുവിശേഷം കേൾക്കാൻ കിട്ടിയൊരു ഭാഗ്യമുണ്ടല്ലോ, അതുതന്നെ ഏറ്റവും വലിയ മഹത്തരമായ കാര്യമാണ്. ഈ ഭൂമിയിൽ യേശു കർത്താവിനെ പറ്റി കേൾക്കാത്ത, യേശു എന്ന ഒരു വാക്ക് കേൾക്കാത്ത എത്രയോ പേരുണ്ട്.
ഭാരതത്തിൽ ഇത്രയും കോടി ജനങ്ങളുടെ എണ്ണത്തിൽ റെക്കോർഡ് സ്ഥാനമുള്ള ഭാരതത്തിൽ വസിക്കുന്ന നമുക്കറിയാം, യേശു ആരെന്നറിയാത്ത അനേകരുണ്ട്. സുവിശേഷം എന്തെന്നറിയാത്തവരുണ്ട്. ഇതൊരു ഫോറിൻ റിലീജിയൻ ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതൊരു വെസ്റ്റേൺ മതമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന കേവലം സാധുക്കളാകുന്ന നമ്മൾക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ ആ സുവിശേഷം കേൾക്കുവാൻ, രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം, ആ സുവിശേഷത്തിന് വേണ്ടി നന്ദി പറയണം. കർത്താവിന്, ആ സുവിശേഷമാകുന്ന കർത്താവിനായിട്ട് നന്ദി പറയണം. ബിക്കോസ് ഓഫ് ഹിം വി ഗോട്ട് ദ സാൽവേഷൻ, ബിക്കോസ് ഓഫ് ഹിം വി കെയിം ടു ദിസ് ട്രൂത്ത്. ആ സത്യവചനം നമ്മൾ കേട്ടതുകൊണ്ടാണ് നമ്മൾ കർത്താവിലേക്ക് വന്നു. ഒന്ന്, സത്യവചനം കേട്ടു. 2, അത് വിശ്വസിക്കുകയും ചെയ്തിട്ട്. വിശ്വസിച്ചപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? ദൈവം തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി. അപ്പോൾ വീണ്ടെടുപ്പ് ആർക്കാന്നറിയാമോ? സ്വന്തം ജനത്തിനാണ്. സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി, which is an earnest of our inheritance and to the redemption of God's own possession. കർത്താവിൻ്റെ പൊസഷനാകുന്ന നമ്മളാ വീണ്ടെടുക്കപ്പെട്ടവരുടെ പേര് കേട്ടോ, ഗോഡ്സ് ഓൺ പൊസഷൻ. ഇതെല്ലാം നമ്മൾ ധ്യാനിച്ചതാണ് കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി ഈ ഒരു 3 മുതൽ 14 വരെയുള്ള വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് എത്ര പ്രാവശ്യം തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് റിപ്പീറ്റഡ്ലി പറയുന്നു. റിപ്പീറ്റഡ്ലി എന്തിനാ പറയുന്നത് അറിയാമോ? ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് കയറണം. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാണ്. ഡൽഹിയിലൂടെ, മസ്കറ്റിലൂടെ, ഒമാനിലൂടെ, UK-യിലൂടെ, ഓസ്ട്രേലിയയിലൂടെ നമ്മൾ റോഡിലൂടെ ജസ്റ്റ് നടക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയായി നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ രൂപാന്തരപ്പെട്ട അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച, ആള് മാറ്റപ്പെട്ടവനായ, ബ്രേക്ക് ത്രൂ കിട്ടിയ, അഭിഷേകത്താൽ നിറയപ്പെട്ട പത്രോസിൻ്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായപ്പോൾ പത്രോസിൻ്റെ പേരല്ല ഉയർത്തപ്പെട്ടത്, പത്രോസിൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മളിലൂടെ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയിലൂടെ ദൈവത്തിന്റെ പുകഴ്ചയായി, ആമേൻ, unto the praise of his glory. ദൈവമക്കളെ, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, ഞാൻ അടയാളങ്ങളിൽ വിശ്വസിക്കുന്നു. ഇപ്പോഴും പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കാതുകൾ മന്ദമായി പോയിട്ടില്ല. വിശ്വസിക്കുക ദൈവമക്കളെ. ഐ ബിലീവ് ഇൻ മിറക്കിൾസ് ബിക്കോസ് ഐ ബിലീവ് ഇൻ ജീസസ്. ഡ്യൂപ്ലിക്കേറ്റ് മിറക്കിളൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഈ ഒറിജിനൽ ഒന്നും താത്തു വെക്കുന്നില്ല കേട്ടോ. ഇതിനെല്ലാം വേണ്ടി നമ്മൾ വില കൊടുത്ത് മുന്നോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ നമ്മളതിനെ പ്രാർത്ഥിച്ചു മേടിക്കാൻ പോവുകയാണ്. ഒറ്റ മനുഷ്യൻ രൂപാന്തരപ്പെട്ടാൽ, ഒരാളെ ഉണർവിന് വേണ്ടി മുന്നിൽ നിന്നാൽ, ഇന്നലെ നമ്മൾ കേട്ടതാണ്, ഒറ്റ വ്യക്തികളെ, ഉണർവിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ദൈവം വ്യക്തികളെയാണ് എഴുന്നേൽപ്പിച്ചത്, വ്യക്തികളെ. ഇന്ന് രാത്രി പ്രേരണയിൽ വന്ന ഒറ്റ വ്യക്തി, നിങ്ങൾ കർത്താവിൻ്റെ കയ്യിലെ ഇണങ്ങി ആയുധമായി ഉപയോഗിക്കപ്പെട്ട ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ, ഭാരതത്തെ സുവിശേഷീകരിക്കപ്പെടുവാൻ. ഉണർവിൻ്റെ പ്രത്യേകത നമ്മൾ കേട്ടതാണ്. ഉണർവ് ഭാരതത്തിൽ വന്നാൽ അത് നമ്മുടെ ചർച്ചിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല, അത് സമൂഹത്തേക്ക് ബാധിക്കും. ഒരു ദൈവ ഭയം ആൾക്കാർക്കുണ്ടാകും. വെയിൽസിൽ റിവൈവൽ ഉണ്ടായപ്പോൾ UK-യിൽ നിന്ന് ഒത്തിരി ദൈവമക്കള്, ജോജിച്ചാൻ ഉൾപ്പെടെ, മേമി ആൻറ്റി ഉൾപ്പെടെ ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. UK-യിൽ വെയിൽസിൽ റിവൈവൽ ഉണ്ടായപ്പോൾ അവിടെ 100,000 ചില്ലുവാനം ആൾക്കാർ ഒറ്റ വർഷം കൊണ്ട് സ്നാനപ്പെട്ടു. ജയിലുകൾ അടച്ചു, പോലീസ് സ്റ്റേഷനിൽ കേസുകളും പരാതികളും ഇല്ലാതെ പോലീസ് സ്റ്റേഷൻ അടച്ചിട്ടു. സ്തോത്രം. അന്ന് റിവൈവൽ വന്നപ്പോൾ പിശാചിന്റെ സേനയ്ക്ക് കൊറോണ പിടിച്ചു, എല്ലാം അടച്ചിട്ടു, പബ്ബുകൾ പൂട്ടി, സ്ട്രിപ്പിംഗ് ക്ലബ്ബുകൾ പൂട്ടി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുക. God wants to repeat that revival through you. God wants you to be the praise of his glory. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ച നമ്മളിലൂടെ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
ഞാൻ ഇച്ചിരി കടത്തി പറയട്ടെ, മുംബൈയിൽ ഒരു മരിച്ചൊരാൾ ഉയർത്തെഴുന്നേറ്റാൽ അത് എന്നിലൂടെ ആകട്ടെ, നിങ്ങളിലൂടെ ആകട്ടെ, ദാറ്റ് ഈസ് ഫോർ ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി. അത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുക. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആ 14-ാം വാക്യം അവസാനത്തിൻ്റെ ബി പാർട്ട് എഴുതിയേക്കുക. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാനായിട്ട് 2 പ്രധാനപ്പെട്ട വാക്കുകൾ വിശുദ്ധ പൗലോസ്ലീഗ പരിശുദ്ധാത്മാവിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2 വാക്കുകൾ. ഒന്ന് ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. ഒന്ന് അവകാശത്തിൻ്റെ അച്ചാരം. അവകാശത്തിൻ്റെ അച്ചാരം. ഒന്ന് നമ്മൾ രക്ഷയുടെ വചനം നമ്മൾ കേട്ടു, സത്യവചനം കേട്ടു, വിശ്വസിച്ചു, നമ്മളെ മുദ്രയിട്ടു. കേട്ടു, വിശ്വസിച്ചു, മുദ്രയിട്ടു. ഇതൊരു പ്രോസസ്സായിരുന്നു. നമ്മൾ കേട്ടപ്പോൾ തന്നെ നമ്മുടെ അകത്തത് വിശ്വാസമായിട്ട് പരിണമിച്ചു. ആ വിശ്വാസത്തിന് കാരണം, ആ വിശ്വാസം നമ്മളിൽ അങ്കുരിക്കാൻ ജനനം എപ്പോഴും ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവ് ആണ് ജനിക്കാൻ വേണ്ടി ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത, പരിശുദ്ധാത്മാവ് ജനിപ്പിക്കുന്നതാണ്, ക്രിയേഷൻ, സ്പിരിറ്റ് ഓഫ് ക്രിയേഷനാണ്. ആ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അന്തരീക്ഷം വെളിപ്പെട്ടാൽ സഭയ്ക്കകത്ത് ജനനം നടക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആമേൻ. ജെനസിസ് ചാപ്റ്റർ 1 അവിടെ എഴുതിയേക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബ്രൂഡിങ്, the Holy Spirit was brooding upon the waters. വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്. അപ്പം ബ്രൂഡ് ചെയ്യുക എന്ന് വെച്ചാൽ പൊരുന്നിരിക്കുക. മുട്ടക്കോഴി അടയിരിക്കുന്നത് പോലെ അടയിരിക്കുക. നമ്മൾ അട വെക്കുന്ന മുട്ടയെ തൊട്ട് നോക്കിയാൽ അതിൻ്റെ ചൂട് വ്യത്യാസമാണ്, താപനില വ്യത്യാസമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പുറത്ത് മഴ പെയ്യും, പുറത്ത് മഞ്ഞായിരിക്കും. അന്റാർട്ടിക്ക ആണെങ്കിൽ പോലും ആ അകത്തിരിക്കുന്ന മുട്ട വിരിയും. കാരണം പുറത്തുള്ള ക്ലൈമറ്റ് അല്ല അകത്ത്. എന്തുകൊണ്ടാണ് സഭകൾക്കകത്ത് ആത്മജനനം നടക്കാത്തത്? എന്തുകൊണ്ടാണ് സഭകൾക്കകത്ത് പുതിയ ജനനങ്ങൾ നടക്കാത്തത്? സ്നാനക്കുളം എന്തുകൊണ്ടാണ് വർഷങ്ങളായിട്ട് അനങ്ങാതെ കിടക്കുന്നത്? അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം നടക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ബ്രൂഡ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. തള്ളക്കോഴി അടയിരിക്കുമ്പോഴത്തേന് തള്ളക്കോഴി ആട്ടി ഓടിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഷട്ട് ചെയ്യുകയാണ്. ഹോളി സ്പിരിറ്റ് ബിക്കെയിം ദ ഹോൾ സ്പിരിറ്റ്. 10 മണിക്ക് വന്ന് ഓൺ ചെയ്തിട്ട് 11:30 ഓൺ ചെയ്തിട്ട് എല്ലാം മടക്കി വെച്ച് പോകുന്നത് പോലെ അങ്ങനെയല്ല. Holy Spirit is Emmanuel, the Lord with us. നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം 24/7. Holy Spirit is your breath. പരിശുദ്ധാത്മാവ് നമ്മുടെ ശ്വാസമാണ്. ശ്രദ്ധിച്ചാട്ട് ദൈവമക്കളെ, ആമേൻ. ഈ 2 വാക്കുകളെയാണ് പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അവകാശത്തിൻ്റെ അച്ചാരം. അവകാശത്തിൻ്റെ അച്ചാരം. സ്തോത്രം. 2 സ്തോത്രം. ആമേൻ. വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ്. വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ 2 വാക്കും നമ്മളൊന്ന് ധ്യാനിക്കാൻ പോകും. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയാനുള്ള റീസൺ, ഈ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാറ്റായി തീയായി ദൈവജനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം, ഇങ്ങനെ ഒരു കൊയ്ത്തിൻ്റെ കാലഘട്ടം, ഇങ്ങനെ ഒരു ഉണർവിൻ്റെ കാലഘട്ടം, ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം വരുമെന്ന് പ്രവചനാത്മാവിൽ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു, വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, യെശയ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉയരത്തിൽ നിന്നും ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും, കുന്നും കാവൽ മാളികയും സദാകാലത്തേക്ക് ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടുകൂട്ടങ്ങളുടെ മേച്ചിൽ പുറവുമായിരിക്കും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ.
ശാപഗ്രസ്തമായ അവസ്ഥകളും ശൂന്യതകളും എല്ലാം മാറും. ആമേൻ. എപ്പോഴാണ് മാറുന്നതെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. 15-ാമത്തെ വാക്യം യെശയ്യാവ് 32:15 പറയാ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം തന്നെ. അപ്പോൾ ഇതിനെ വാഗ്ദത്തം ചെയ്തതാ, അന്നേ വാഗ്ദത്തം ചെയ്ത ഉയരത്തിൽ നിന്നൊരു ആത്മശക്തി പകരപ്പെടും. ഇതിനെ പകരുകയാ. ആമേൻ. ചില ആൾക്കാർ പകരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കളിയാക്കാറുണ്ട്. പരിശുദ്ധാത്മാവിനെ പകരുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി വാക്കുകളെ എടുത്ത് പരീശന്മാരെ പോലെ നമ്മൾ വിമർശിക്കാറുണ്ട്. ആമേൻ. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അപ്പം മരുഭൂമി ഉദ്യാനമായി തീരണമെങ്കിൽ, ഉദ്യാനം വനമായി എണ്ണപ്പെടണമെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം. അവൻ ഉയരത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെടണം. യെസ്, വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ്. യെശയ്യാ 32:15 പറഞ്ഞു, ഈ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമായി തീരും. സ്തോത്രം. സഭകൾക്കകത്ത് വളർച്ച മുരടിച്ച് കിടക്കുവാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പകർച്ച എന്നുള്ളത് എൻ്റെ വാക്കല്ല, പകർച്ച എന്നുള്ളത് പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവചനം 32:15 പറഞ്ഞിട്ടുള്ള വാക്കാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. എഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവിടെയും പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ളൊരു വാഗ്ദത്തം നമുക്ക് കാണാം. എഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. I will give you a new spirit. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആത്മാവിനെ തരും. പുതിയ ആത്മാവ്. എഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചിട്ടേക്കോ, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ തരും. ന്യൂ സ്പിരിറ്റ്. വിച്ച് ഈസ് ദ ന്യൂ സ്പിരിറ്റ്? ദാറ്റ് സ്പിരിറ്റ് ഈസ് ദ സ്പിരിറ്റ് of promise. The Holy Spirit of promise. വാഗ്ദത്തം ചെയ്തേക്കുക. നമ്മൾ ജനിക്കുന്നതിന് നമ്മൾ പ്രാപിച്ച അഭിഷേകം, നമ്മളെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നു. ശരിയാണ്, ഇത് യുഗങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചതാണ്, യുഗങ്ങൾക്ക് മുമ്പേ പ്രോമിസ് ചെയ്തതാണ്. ദൈവവും യുഗങ്ങൾക്ക് മുമ്പേ സകലവും നമുക്ക് വേണ്ടി കരുതിയെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കുക, പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് നിറയ്ക്കാൻ വേണ്ടി യുഗങ്ങൾക്ക് മുമ്പേ കാത്തിരിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ 10 ദിവസത്തോളം കാത്തിരുന്നെന്നാണ് പറയുന്നത്. 10 ദിവസത്തേക്കോളം അവർ പ്രാർത്ഥനയിൽ കാത്തിരുന്നു. അവർ റെഡിയായിരുന്നു. അവരൊന്നിച്ച് കാത്തിരുന്നപ്പോൾ ലൈക്ക് എ മൈറ്റി റഷിംഗ് വിൻഡ്, ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവരിരുന്ന സ്ഥലം മുഴുവൻ നിറച്ചു. എന്തേ പരിശുദ്ധാത്മാവേ, പെതുക്കെ വന്നുകൂടായിരുന്നോ? അപ്പച്ചമാര് നടക്കുന്നത് പോലെ, ചിലർ എഴഞ്ഞ് പ്രസംഗിക്കുന്നത് പോലെ നിനക്കൊന്ന് പതുക്കെ വന്നാൽ പോരായിരുന്നോ? നോ, ഹോളി സ്പിരിറ്റ് വിൽ ടെൽ യു, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് എന്നെ അയച്ചിരിക്കുക, കാര്യസ്ഥനായി എന്നെ അയച്ചിരിക്കുക, ഇമ്മാനുവേലായിട്ട് എന്നെ അയച്ചേക്കുക. ഐ വാണ്ട് ടു ടേക്ക് ചാർജ് ഓഫ് ദ ചർച്ച്, ഐ വാണ്ട് ടു ടേക്ക് ചാർജ് ഓഫ് ദിസ് ചർച്ച്. എനിക്ക് സഭയുടെ കർത്തൃത്വം ഒന്ന് ഏറ്റെടുക്കണം. എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അതിലെനിക്കൊരു അർജൻസി ഉണ്ട്. കർത്താവ് ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയപ്പെട്ട ഒരു കൂട്ടരിലേക്ക് പകർച്ചയെ അയക്കുവാനായി പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റ് പോലെ ഇറങ്ങി. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്തിൽ ആ കാറ്റടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Oh Shabana Hastaradana Siana, there is power attached with the Holy Spirit. പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ പരിശുദ്ധാത്മാവ് എന്ന് എഴുതിയിട്ടുണ്ടോ അവിടെയെല്ലാം ശക്തി എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ശക്തിയില്ലായിരിക്കും, നിങ്ങൾക്ക് 2 കാലിൽ ഒന്ന് ഊതി എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തിയില്ലായിരിക്കും. ഇന്നു രാത്രി മുടന്തനായ പയ്യന്റെ മേൽ, ചെറുപ്പക്കാരന്റെ മേൽ, ഭിക്ഷക്കാരന്റെ മേൽ വ്യാപരിച്ചിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടിയ കാറ്റുപോലെ, ഹല്ലേലൂയ, ആമേൻ, മാളിക മുറിക്കകത്ത് ഇറങ്ങിയ ശക്തി നിങ്ങളിരിക്കുന്ന റൂമിനകത്ത് അടിച്ചിറങ്ങട്ടെ. ശബർധനാദിയാന
യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഒരു ചെറിയ ഒരു മെഴുകുതിരിയാണെങ്കിൽ ഫാനിന്റെ വെട്ടത്തിൽ, ഫാനിന്റെ കാറ്റത്ത് അത് കെട്ടുപോകും. എന്നാൽ വീട് നിന്ന് കത്തുമ്പോൾ ഫാൻ ഇട്ടാലോ അത് ആളിക്കത്തും. അതാ അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി നിൽക്കുമ്പോൾ, തീ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ കൊടിയ കാറ്റടിച്ചു. പിന്നെ പിടിച്ചാൽ കിട്ടുമോ? അങ്ങനെ ഒരു കാറ്റടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ, അങ്ങനെ ഒരു തീ കത്താൻ വേണ്ടി പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവിന്റെ ഒരു അടയാളമാണ് തീ. ബാഹ്യമായ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും തീ കത്തുന്നു. നമുക്കത് വിശ്വാസമില്ല. നമ്മുടെ ആൾക്കാർ, നമ്മൾ ബെന്തിക്കോസുകാരൻ എന്നെ കളിയാക്കും. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കേട്ടിട്ടുണ്ട്, പിശാച് ഭൂതം ഇളകുമ്പോൾ ഭൂതങ്ങൾ വിളിച്ചു പറയും തീ കത്തുന്നു, തീ തീ. ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കും, അവർ വിളിച്ചു പറയും തീ കത്തുന്നു, തീ. ഓ, നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, പൈശാചിക സേനയെങ്കിലും അതിനെ തീയായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. മോശ ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ ദൈവമക്കൾ അവൻ താഴെയുന്ന ഇസ്രായേൽ കണ്ടത് മുകളിൽ തീ കത്തുന്നത് പോലെയായിരുന്നു. ദൈവത്തിന്റെ അസാന്നിധ്യം എവിടെയൊക്കെ ഇറങ്ങുന്നുവോ അവിടെയെല്ലാം ഭക്തന്മാർക്ക് ആത്മാവിന്റെ ചൂട് അനുഭവിച്ചറിയാൻ പറ്റും. യു കൻ ഫീൽ ദ വാമത്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കുടുംബങ്ങൾക്കകത്തത് കത്തട്ടെ, വീടുകൾക്കകത്തത് കത്തട്ടെ. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. യോവേലാണ് അതിനെ ഭംഗിയായിട്ട് പ്രവചിച്ചിട്ടിരിക്കുന്നത്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം, വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ്. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അതിനുശേഷമോ, ഏതിനു ശേഷമോ? യോവേൽ പ്രവചനം പഠിക്കണം കേട്ടോ നിങ്ങൾ. യോവേൽ പ്രവചനം തുടങ്ങുമ്പോൾ വലിയ നാശമാണ്. വെട്ടിക്കിളികൾ ഇറങ്ങുന്നു, തുള്ളൻ ഇറങ്ങുന്നു, മൊത്തം നശിപ്പിക്കുന്നു, മൊത്തം തീർത്ത് കളയും, ഒന്നും വെക്കത്തിൽ. അപ്പൊ ദൈവം അയക്കുന്ന സൈന്യം എന്ന് അതിനകത്ത് എഴുതിയേക്കുന്നത്, യഹോവയുടെ സൈന്യമായ വെട്ടുക്കിളിയും തുള്ളനും ഒക്കെ വന്ന് എല്ലാം കൃഷിയെല്ലാം നശിപ്പിച്ചു. ഈ വെട്ടുക്കിളിക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എവിടെങ്കിലും വിളഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ടാൽ പടപടപടാന്ന് പറന്ന് വന്ന് അത് മൊത്തം അടിച്ച് നശിപ്പിച്ചിട്ടങ്ങ് പോകും. ഒട്ടും വെച്ചേക്കത്തില്ല. ദൈവത്തിന്റെ സൈന്യം അതിനെ വിളിച്ചേക്കുന്നത്. ദൈവം അയച്ചിട്ട് വന്നതാ. ദൈവം നമ്മളെ ഉള്ളു ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ പകുതിക്കിട്ടിട്ട് പോകുന്നത്. ചില 2 ദിവസം ബൈബിൾ ക്ലാസ്സിന് വരും. അതെത്ര, എനിക്ക് സമയമില്ല. എല്ലാവരും എത്രയോ പേരങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ആവലോട് വരുന്നവർക്കായി സ്തോത്രം. പക്ഷെ ദൈവം, നിങ്ങൾ വചനം വായിക്കണം. ദൈവം ഒരു പ്രകൃതി ശക്തിയോട്, അല്ലെങ്കിൽ ഒരു പുഴുവിനോട്, അല്ലെങ്കിൽ ഒരു തിമിംഗലത്തോടെ എന്തിനോടെങ്കിലും കൽപ്പിച്ചെങ്കിൽ അവരവരുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും അനുസരിക്കാത്തത് മനുഷ്യന്മാരാണ്, പകുതിക്കിട്ടിട്ട് പോകുന്നത്. സ്തോത്രം, ആമേൻ. പക്ഷേ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു, പൂർണ്ണമായിട്ട് ഒന്നും ശേഷിപ്പിക്കാതെ. അപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് തൻ്റെ ജനത്തോട് പറയാണ്, നിങ്ങൾ നിലവിളിക്കണം, നിങ്ങൾ സഭായോഗം വിളിക്കണം, നിങ്ങൾ ശുശ്രൂഷകന്മാരെല്ലാം രട്ടിലിരിക്കണം. എല്ലാവരും നിലവിളിക്കുമെങ്കിൽ, എല്ലാവരും മനം തിരിയുമെങ്കിൽ, ഇഫ് യു റിപ്പന്റ്, ഞാൻ നിങ്ങളെ റെസ്റ്റോർ ചെയ്യും. ഞാൻ നിങ്ങളെ നഷ്ടപ്പെട്ടത് അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, തുള്ളനും വെട്ടിക്കിളിയും തിന്നു തീർത്ത സംവത്സരത്തിന് പകരമായി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഈ സംവത്സരങ്ങളെ പകരം നൽകാൻ ആർക്കും പറ്റത്തില്ല. നഷ്ടപ്പെട്ട് 1,00,000 രൂപ പോയി, 1,00,000 രൂപ നഷ്ടപ്പെട്ടു പോയാൽ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ 1,00,000 രൂപ കൊടുത്ത് നമുക്ക് സഹായിക്കാം. പക്ഷെ സമയം നഷ്ടപ്പെട്ടു പോയാലോ? സമയത്തെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിന് നഷ്ടപ്പെട്ട സമയവും തിരിച്ചു തരാൻ പറ്റും. ഘടികാരത്തിന്റെ സൂചിയെ മടക്കി, നമ്മുടെ വീട്ടിലിരിക്കുന്ന ക്ലോക്കിന്റെ സൂചി മുന്നോട്ടേ ഓടത്തുള്ളൂ, പുറകോട്ടേ ഓടത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 60 വയസ്സോ 50 വയസ്സോ 45 വയസ്സോ 25 വയസ്സോ എത്ര പ്രായമാകട്ടെ, നിങ്ങളുടെ പ്രായത്തെ പുറകോട്ടടിക്കാൻ ദൈവത്തിന് പറ്റും. പുറകോട്ടടിക്കാൻ സാറയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ആ വാഗ്ദത്തം പ്രാപിക്കാനായി സാറയുടെ ഗർഭപാത്രത്തെ 18-ാം വയസ്സിലേക്ക് ദൈവം റീകണ്ടീഷൻ ചെയ്തു.
ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം മടക്കി തരും. ഓ യെസ് 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 യെസ്, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം മടക്കി തരും. ഹൗ മെനി ഓഫ് യു ആർ റിസീവിംഗ് ഇറ്റ്? നിങ്ങൾ എത്ര പേര് അതിനെ സ്വീകരിക്കുന്നുണ്ട്? നഷ്ടപ്പെട്ട വർഷങ്ങളെ ദൈവം മടക്കി തരും. സമയത്തെ മടക്കി തരാൻ മനുഷ്യന് പറ്റത്തില്ല, ഒരു ശാസ്ത്രത്തിനും പറ്റത്തില്ല. നമ്മൾ വിശ്വസിക്കും 4 മാസമൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ലോക്ക്ഡൗൺ ആയി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നമ്മൾ പറയാറുണ്ട് 1 വർഷം പോയി. പക്ഷേ ഇല്ല കേട്ടോ, നമ്മുടെ കലണ്ടറിൽ അതാണ് നഷ്ടക്കച്ചവടമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തോ വലിയ ലാഭമാണ് അതിൻ്റെ അപ്പുറത്ത് നടക്കാൻ പോകുന്നത്. എൻ്റെ അകത്ത് അന്തരാത്മാവ് പറയാം, ഭയങ്കര നേട്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വെറുതെ അല്ല നമ്മളെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഓടിച്ച് കയറ്റിയത്. നഷ്ടപ്പെട്ട ഈ സംവത്സരത്തിന് പകരമായി ഇരട്ടിയായി പലിശ സഹിതം ദൈവം മടക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. വീട്ടിനകത്തുനിന്ന് ഇനി ഒരു പുറപ്പാടില്ലെന്ന്, ഇനി പുറത്തു പോകത്തില്ലെന്ന്, ഇനി എനിക്കൊരു യാത്രയില്ലെന്ന്, ഇനി ഞാൻ മുന്നോട്ടില്ല, എൻ്റെ സമയം തീർന്നു പോയെന്ന് പറയുന്ന ആരോ ഉണ്ടോ? നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം റെസ്റ്റോർ ചെയ്യും. റിപ്പന്റ് ചെയ്യണം. സോ ഡിസ്ട്രക്ഷൻ, റിപ്പൻഡൻസ്, റെസ്റ്റോറേഷൻ കഴിയുമ്പോൾ പറയാം അതിൻ്റെ ശേഷമോ. ഈ അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് റെസ്റ്റോറേഷന് ശേഷം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി കഴിയുമ്പോൾ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. എന്തിനു ശേഷമെന്നറിയാം? 27-ാം വാക്യത്തിന് ശേഷം ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ബൈബിൾ ക്ലാസ്സിൽ കടന്നു വന്ന ദൈവമക്കളെ, നിങ്ങളുടെ മധ്യത്തിൽ യഹോവയുണ്ട്. യഹോവ അതിൻ്റെ മധ്യത്തിലുണ്ട്, അത് കുലുങ്ങിപ്പോകത്തില്ല. മോശയുടെ മുൾപ്പടർപ്പ് വെന്ത് ചാരമായി പോകാതിൻ്റെ സീക്രട്ട് എന്താണെന്നറിയാമോ? അതിൻ്റെ നടുക്ക് യഹോവ ഉണ്ടായിരുന്നു. യഹോവ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് മോശെ എന്ന് വിളിച്ചപ്പോൾ മോശയ്ക്ക് നിയോഗം പ്രാപിക്കാൻ പറ്റി. ഇന്നു രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഈ പ്രേരണയിൽ വന്ന 26 കുടുംബങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയാ, നിന്റെ മധ്യത്തിൽ യഹോവയുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. യു ഷുഡ് know that there is no other God. മറ്റു ദൈവമൊന്നും ഇല്ലെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിയും. ഓ ജീസസ്, നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾ അതിനെ തിരിച്ചറിയും. എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് രാത്രി? ആമേൻ. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഇതൊരു ദൂതാണ്. എൻ്റെ കണ്ണിൽ ഈ മെസ്സേജ് ഉടക്കിയിട്ട് ഞാൻ മുന്നോട്ട് പോയി. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ആ ഒറ്റ സെന്റൻസ്, സെമികോളന് ശേഷമുള്ള സെന്റൻസ് ഒന്നുകൂടെ വായിക്കാൻ പറയുന്നു. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഈ ക്ലാസ് എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ മെസ്സേജ് ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുക, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. കാരണം നീ ലജ്ജിക്കത്തില്ല. നിന്റെ മേൽ ഞാൻ അഭിഷേകം പകരാൻ പോവുക, നിന്റെ മേൽ ഞാൻ ശക്തി പകരാൻ പോവുക. ഞാൻ ഈ ലജ്ജിക്കുന്ന അഭിഷേകം നിന്റെ മേൽ ഞാൻ പകരാൻ പോവുക. എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ മാത്രമല്ല, നിന്റെ പുത്രന്മാരും പുത്രിമേലും പകരാൻ പോവുക. അവർ പ്രവചിക്കുമ്പോൾ നീ എങ്ങനെയാ ലജ്ജിക്കുന്നത്? നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണാൻ പോകുക. സ്വപ്നമെല്ലാം അവസാനിച്ച സമയമാ വൃദ്ധന്മാരുടെ സമയം. ഓ, ഇനി വല്ലച്ചാതിലങ്ങ് സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് വൃദ്ധന്മാരുടെ സമയം. യൗവനക്കാരല്ലയോ സ്വപ്നങ്ങളെ കാണേണ്ടത്? അമ്മച്ചി, ഈ വയസ്സാകാലത്താണോ സ്വപ്നം കാണുന്നത്? യെസ്, വയസ്സാകാലത്ത് സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ആത്മാവിൽ നിങ്ങൾ അതിനെ ഏറ്റെടുക്കുക. സ്തോത്രം. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. 24-ാം സങ്കീർത്തനം വിളിച്ചു പറയുക. 25-ാം സങ്കീർത്തനം 4-ാം വാക്യമാണെന്ന് തോന്നുന്നു. ആമേൻ. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഓ റബ ശബ പ്രൗഢി രഹസ്യാന. വെറുതെ ദ്രോഹിക്കുന്നവർ പിന്തിരിഞ്ഞു നാണിച്ചു പോകും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ ജോലി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സാലറി കട്ടായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പൈതങ്ങൾ ഹല്ലേലൂയ ദൈവം വഴിവിട്ട് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. യു വിൽ നെവർ ബി അഷെയിംഡ്. നിങ്ങൾ ഇത് രാത്രി വിളിച്ചു പറഞ്ഞ, അപ്പാ നീ എന്നെ ലജ്ജിതനാക്കാൻ അനുവദിക്കത്തില്ല. ഓ റബ ശബ്ദന. അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. മുഖം ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ആരുടെയും മുമ്പിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുഖം കുനിച്ചു നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഓ
ഓ ശബരഹതന, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. ഓ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടതുപോലെ ആ മഴമേഘങ്ങളുടെ മേളിൽ ദൈവം നമ്മളെ പറത്തും, ആ പ്രശ്നങ്ങളുടെ മീതെ നമ്മളെ ദൈവം നടത്തും. അയ്യോ ഞാനിങ്ങനെ ആത്മാവി കേൾക്കുക, അയ്യോ പാസ്റ്ററെ മുഴുവൻ പ്രശ്നമാകട്ടോ. ജോലി സ്ഥലത്തെങ്കിലും ചെല്ലുമ്പോൾ ആശ്വാസം, അവിടെയും പ്രശ്നമാണ്. വീട്ടിനകത്തോട്ട് കയറുമ്പോൾ നിന്നയാണ്, പഴിയാണ്, ദുഷിയാണ്, ഞെരുക്കമാണ് പാസ്റ്ററെ. ഓ ചർച്ചിൽ ചെല്ലുമ്പോൾ അവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് പാസ്റ്ററെ. കുത്തുപ്രസംഗത്തോട് പ്രസംഗമാണെന്ന് ആരോ എന്നോട് ആത്മാവിൽ പറയുന്നത് പോലെ കേൾക്കുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. എന്തിനാ പരിശുദ്ധാത്മാവിനെ പകർന്നെന്നറിയാമോ? നീ ലജ്ജിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ പകർന്നത്. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ഒരിക്കലും നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ നോട്ടിനകത്ത് റെഡ് ഇങ്ക് കൊണ്ട് നിങ്ങൾ എഴുതി വെക്കണം, ആമേൻ, എന്റെ ജനം ഒരു നാളിലും ലജ്ജിച്ചു പോകത്തില്ല. ഒരു നാളിലും അത് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഹല്ലേലൂയ. അത് സുഖകാലമാകട്ടെ, ദുഃഖകാലമാകട്ടെ, അത് ക്ഷാമകാലമാകട്ടെ, അത് ക്ഷേമകാലമാകട്ടെ, ഏത് സമയമായിക്കോട്ടെ, ലോകം ഏത് വലിയ റെസഷനിലൂടെ പോയാലും, എത്ര വലിയ പട്ടിണിയിലൂടെ ദൈവമക്കൾ പോയാലും, ഏലിയാവിനെ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടിച്ച ദൈവത്തിന്റെ കരുത്തുണ്ടല്ലോ, ഫിലിപ്പോസിനെ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് താങ്ങിയെടുത്ത് കോരിക്കൊണ്ടുപോയ ദൈവശക്തി ഉണ്ടല്ലോ, നിന്നെ വഹിക്കും കേട്ടോ. കൊട്ടാരത്തിനകത്ത് രാജാവ് പട്ടിണി കിടക്കുമ്പോഴും കെരീത്തിലെ വെള്ളം വറ്റിപ്പോകാതെ പരിപാലിച്ച് ഇറച്ചി കൊടുത്ത ദൈവമുണ്ടല്ലോ. ഹലമഷിയാധനാഥന, ആ ദൈവം ഇന്നും ജീവിക്കുന്നു കേട്ടോ. He is still alive. എൻ്റെ ജനം ഒരു നാളും പ്രാർത്ഥിച്ചാട്ടെ, അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. യൂട്യൂബിലേക്ക് ഈ മെസ്സേജ് അപ്ലോഡ് ചെയ്യപ്പെടും. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. എന്നോട് വ്യക്തമായിട്ട് പരിശുദ്ധമ്മ പറയുന്നു, എന്തൊക്കെ അവസാനിച്ചെന്ന് പറഞ്ഞ്, ഇനി എൻ്റെ കട്ടിലും എൻ്റെ മുറിയും എൻ്റെ വീടിൻ്റെ 4 ബോർഡറിനകത്ത് ഞാൻ ഒതുങ്ങിപ്പോകുമെന്ന് പറയുന്ന ആരോടോ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയുക. എൻ്റെ ജനം ലജ്ജിച്ചു പോകത്തില്ല. നിന്നെ ഞാൻ പുറത്തെടുക്കാൻ പോകുക. എൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി, എൻ്റെ കയ്യിലെ ഹമേൻ സ്തോത്രം, ഹമേൻ വെൺമഴുവായി, രാജതുരകമായി ഞാൻ നിന്നെ പുറത്തെടുക്കാൻ പോവാ. ഇത് ശ്രദ്ധിച്ചോ, നിങ്ങൾ എഴുതി വെച്ചോ. വെൺമഴുവായി ഞാൻ നിന്നെ പുറത്തെടുക്കും, മൂർച്ചയുള്ള ആയുധമായി ഞാൻ നിന്നെ പുറത്തെടുക്കും, ഇണങ്ങിയ അമ്പായി ഞാൻ നിന്നെ പുറത്തെടുക്കും. സ്തോത്ര, ഞാൻ നിന്നെ പടയിൽ ഞാൻ നിന്നെ രാജതുരകമാക്കി മാറ്റുമെന്ന്. രാജതുരകം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ മാത്രം കയറുന്ന കുതിരയാണ്. അതിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. മറ്റു കുതിരകളുടെ ഫുഡല്ല ഇവന് കൊടുക്കുന്നത്. ഹി ഈസ് സംതിങ് സ്പെഷ്യൽ ബിക്കോസ് ഹി ഈസ് ദ കാരിയർ ഓഫ് ദ കിങ്. അവൻ രാജാവിനെ ചുമക്കുന്നവനാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെങ്കിലും കൊച്ചൊരു കാട്ടിൽ വെച്ച് ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ഈ വെച്ചു ശക്തികളെ അല്ല നിങ്ങളുടെ അകത്തു നിങ്ങൾ ചുമക്കുന്നത്. അഖിലാണ്ടത്തെ നിർമ്മിച്ച സകലത്തിന്റെ ഉടയവനായ പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ മീ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചുമക്കുന്നവർ, അഭിഷേകം ഉള്ളവരുടെ അകത്തിന്ന് പരിശുദ്ധാത്മാവ് തുടിക്കുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ആമേൻ ദർശനങ്ങളെ കാണും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. ഈ യോവേല് പ്രവചിച്ച ഈ പ്രവചനം അന്നത്തെ കാലത്തെ ആൾക്കാർക്ക്, നമ്മുടെ ഇപ്പോഴത്തെ സഭയ്ക്ക് മനസ്സിൽ ചില തലമുറയ്ക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തുവാണോ, അന്യഭാഷ എന്തുവാണോ, പ്രവചനം എന്തുവാണോ, ദൈവസാന്നിധ്യം എന്തുവാണോ മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ അന്നത്തെ തലമുറയ്ക്ക് ഇത് അന്യമായിരുന്നു. കാരണം അന്നത്തെ അവരുടെ ഹൃദയത്തിൽ, നമ്മളിപ്പോഴത്തെ നമ്മുടെ പെന്തിക്കോസിൽ നിന്ന് ചില ടീച്ചിങ്സ് നമ്മുടെ ഹൃദയത്തെ കുരുട്ടാക്കിയതുപോലെ അന്നത്തെ കണ്ണുകളെ കുരുട്ടാക്കി കളഞ്ഞു. യോവേല് പ്രവചിച്ചത് അന്നത്തെ തലമുറയ്ക്ക് മനസ്സിലായില്ല. കാരണം കുഞ്ഞുങ്ങൾ പ്രവചിക്കും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് പറഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. കാരണം 30 വയസ്സിൽ താഴെയുള്ള ഒരാളെ ശുശ്രൂഷ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ലായിരുന്നു. കാരണം അവരതിനെ ഉൾക്കൊള്ളത്തില്ലായിരുന്നു. കർത്താവ് അതുകൊണ്ടാണ് 30ാമത്തെ വയസ്സിൽ ശുശ്രൂഷ തുടങ്ങിയത്. അവന്റെ സംഹിത വെച്ചിട്ട്, അവന്റെ നിയമം വെച്ചിട്ട് ഒരു ദൈവപ്രവർത്തിയെ തടഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞു, ആമേൻ, ഇതെന്തുവാ ഇതിനകത്ത് നടക്കുന്നതെന്നറിയാമോ? ഞങ്ങൾ കള്ളു കുടിച്ച് മത്തരായിട്ട് എന്തെങ്കിലും കലബില പറയുന്നവരല്ലായിരിക്കും.
ഞങ്ങൾ കലബിലബില പറയുന്നവരല്ല. ആമേൻ. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയതാണ്. യോവേൽ പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തിയായി മാളിക മുറിക്കകത്ത് നടക്കുന്നത്. ഇത് തമ്പേറിന്റെ സ്പീഡിൽ കിട്ടിയതല്ല. ഇത് കീബോർഡിന്റെ ടെമ്പോ കൂട്ടിയപ്പോൾ കിട്ടിയ ശക്തിയല്ല. ഇത് ഉയരത്തിൽ നിന്ന് എൻ്റെ തലമേൽ അഭിഷേക തൈലം, അഹരോന്റെ തലമേൽ ഒഴിക്കപ്പെട്ട തൈലം പോലെ എൻ്റെ തലമേൽ പകരപ്പെട്ടതാണ്. അഭിഷക്തന്മാർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾ അന്യഭാഷ പറയുന്ന സമയം കൂട്ടിക്കോണം കേട്ടോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ സ്നേഹിതൻ, അവൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കുടുകൂടെ കരയുന്നുണ്ട്. വളരെ ബ്രോക്കണാണ് അവൻ ആരാധിക്കുന്ന സഭയിൽ. ഞാൻ പറഞ്ഞു, മോനെ നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കടാ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഈ സ്റ്റാർട്ടഡ് പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ് ഫയർ. ഞാൻ അവനെ കാണുന്നില്ല, ഫോണിലാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ ആ റൂമിനകത്ത് തുള്ളിച്ചാടി ദൈവ സാന്നിധ്യം, ദ വാമത്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ തീ അവൻ അനുഭവിച്ചവനോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ അഭിഷേകം പ്രാപിച്ച ദിവസം പോലെ എനിക്ക് ഓർമ്മ വരുന്നു. ആമേൻ. ഞാൻ ആ ദിവസത്തെ ഓർക്കുന്നു. ഞാൻ ഈ അന്യഭാഷയൊക്കെ എന്ന ചുരുട്ടിയിൽ പെട്ടിക്കകത്ത് വെച്ചതാ. ഞാൻ അന്യഭാഷ പറഞ്ഞ് ചാടിയപ്പോ കീബോർഡിൽ എൻ്റെ കാല് തട്ടി അവിടുത്തെ ചർച്ചിലെ കീബോർഡ് ഒന്ന് പൊട്ടിയപ്പോ, നിനക്ക് ഭ്രാന്ത, നീ ഭ്രാന്തനായിട്ടാ അന്യഭാഷ പറയുന്നെന്ന് പറഞ്ഞിട്ട് സ്തോത്രം എന്നെ കളിയാക്കി പാസ്റ്ററെ. അതിനുശേഷം ഞാൻ അധികം അന്യഭാഷ പറയാറില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ചവരെ ആരൊക്കെ നമ്മളെ കളിയാക്കിയാലും ഈ ശക്തി നമ്മുടെ സ്വന്തം എന്നല്ല, മൺകൂടാരങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ഇന്ന് രാത്രി ആമേൻ. ഇത് തിരിച്ചറിയാൻ വയ്യാത്തവർ കളിയാക്കും. ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർ നിന്നെ പരിഹസിച്ചിരിക്കും. പരിഹാസത്തെ നോക്കി നിൽക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തെര ഒഴിഞ്ഞിട്ട് നിനക്ക് കടലിൽ പോകാൻ പറ്റില്ല. ആമേൻ. കളിയാക്കളൊക്കെ കർത്താവിന്റെ വരവ് വരെ നിൽക്കും. പക്ഷെ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കണം, അപ്പാ ആരൊക്കെ ഞാൻ ഈ ദിവസങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, പരിഹസിക്കുന്നവരെ നോക്കാറേ ഇല്ല. ഐ വിൽ നെവർ ലുക്ക് അപ്പോൺ ദം, ഐ വിൽ നെവർ ലുക്ക് അപ്പോൺ ദം. ഞാൻ അവരെ നോക്കത്തേ ഇല്ല. നിങ്ങൾ അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുക ചെയ്യരുത്. കാരണം ഒരു കാര്യമാണ്, മുംബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ഓടി ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ അതിനോട് കണക്റ്റഡ് ആയി കിടക്കുന്ന ബോഗിയെല്ലാം ട്രിവാൻഡ്രത്ത് എത്തും. പക്ഷേ ആമേൻ എഞ്ചിനുമായി പവർ സോഴ്സുമായി കണക്റ്റഡ് അല്ലാത്ത ട്രെയിനുകളെല്ലാം ആമേൻ കമ്പാർട്ട്മെന്റുകളെല്ലാം വഴിയിൽ കിടക്കും കേട്ടോ. ആമേൻ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൽ കണക്ട് കിടക്കുന്നവരെല്ലാം നിത്യതയിലെത്തും. പരിശുദ്ധാത്മാവിനെ കളിയാക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നവർ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് എതിര് പറയുന്നത് ശ്രദ്ധിച്ചോണം. ഡേഞ്ചർ ശ്രദ്ധിച്ചോണം. കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ ദൂഷണം പറഞ്ഞാൽ, പിതാവായ ദൈവത്തിനെതിരെ ദൂഷണം പറഞ്ഞാൽ ക്ഷമിക്കപ്പെടും. പക്ഷെ ക്ഷമിക്കപ്പെടാത്തൊരു മഹാപാപം ഈ ലോകത്തിൽ, യേശുവിന്റെ രക്തം പോലും കഴുകി ശുദ്ധീകരിക്കാത്ത ഒരു മഹാപാപം പരിശുദ്ധാത്മാവിനെതിരെ പറയുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവേ, എൻ്റെയോ എൻ്റെ തലമുറയുടെയോ എൻ്റെ സഭയിലെയോ എൻ്റെ പ്രിയപ്പെട്ടവരുടെ വായിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ദണ്ഡിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ നീ അനുവദിക്കരുത്. ഡു നോട്ട് ക്വെൻച്ച് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. ഓ താങ്ക് യു ജീസസ്. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്ന് വെച്ചാൽ ഇത് ഡിവൈൻ പേഴ്സൺ ആണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇത് പവർ ആയിരുന്നു. ന്യൂ ടെസ്റ്റമെന്റിൽ പരിശുദ്ധാത്മാവ് ഒരു പേഴ്സൺ ആണ്. ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്തുമാത്രം വേദന ഉണ്ടാകുമോ അതിൻ്റെ 10 മടങ്ങ് ഈ പരിശുദ്ധാത്മാവിന് വേദന ഉണ്ടാകും. ഹോളി സ്പിരിറ്റ് ഈസ് സോ സെൻസിറ്റീവ്. പ്രാവാണ് ദൈവത്തിന്റെ പരിശുദ്ധ. ഒരു പ്രാവ് നിങ്ങളുടെ തോളയിലിരിക്കുമോ, നിങ്ങൾ കിടന്ന് ബഹളം വെച്ച ആ പ്രാവ് നിങ്ങളുടെ തോളയിലിരിക്കുമോ? വെടിയൊച്ച കേട്ടാൽ ആ പ്രാവ് നിങ്ങളുടെ തോളയിലിരിക്കുമോ? അതുകൊണ്ട് പല സഭകളിലും ഞാൻ വേദനയോടാ പറയുന്നത്. ഞാനൊരു വിമർശന പ്രസംഗനല്ല. എന്തുകൊണ്ടാ സഭയ്ക്കകത്ത് അന്യഭാഷ ഉണ്ടായിട്ടും കയ്യടി ഉണ്ടായിട്ടും ആമേൻ എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാത്തത്? ദ ജെന്റിൽ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ദേർ. ചിറകടിച്ചു പറന്നു പോയത് അവർക്ക് അറിഞ്ഞില്ല. യെസ് ലോർഡ്, യെസ് ലോർഡ്. താങ്ക് യു ജീസസ്. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്ക. എന്നും ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്ക. നിങ്ങൾ സഞ്ചരിക്കുന്ന കാറിനകത്ത്, നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്ത്, നിങ്ങളുടെ ബെഡ്റൂമിനകത്ത്, എവിടെയാണോ നിങ്ങളായിരിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി
ആമേൻ, യോർദാന്റെ തീരത്ത് ചിറകടിച്ച് യേശുവിൻ്റെ മേൽ ഇറങ്ങിയതുപോലെ നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഇറങ്ങുന്നത് തിരിച്ചറിയുക. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഡീലിങ് കളിയല്ല കേട്ടോ, അതൊരു കളിയല്ല. ഇന്ന് രാത്രി that's a serious business. That is a serious business. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം തന്നെ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവൻ യെശയ്യാപ്രവചനം 44:3 പറയുന്നു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളെയും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ആ വാക്ക് നിങ്ങൾ കുറിച്ചിട്ടോണം കേട്ടോ, തലമുറയ്ക്ക് വേണ്ടി അതിനെ ക്ലെയിം ചെയ്തോണം. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. ഈ പരിശുദ്ധാത്മാവിനെ ആർക്കാണ് പകരുന്നതെന്നറിയാമോ? ദാഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാ പകരുന്നത്. ഇഫ് യു ആർ ഹംഗ്രി, ഇഫ് യു ആർ തേഴ്സ്റ്റി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവം അതിനെ പകരും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ചില വാക്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി പറയുമ്പോൾ നിങ്ങൾ അതിനെ നോട്ട് ചെയ്യണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. സെഖര്യാ പ്രവചനം 12:10 പറയുന്നു, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. പരിശുദ്ധാത്മാവിനെ പറഞ്ഞേക്കുന്ന പേര് കേട്ടോ, കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവിടെയും പകരുമെന്നാ പറഞ്ഞേക്കുന്നത്. ലിക്വിഡേ പകരാൻ പറ്റത്തുള്ളല്ലോ, അതുപോലെ അതിനെ പകരും, ആ ശക്തിയെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവനെക്കുറിച്ച് വ്യസനിക്കും. ഹല്ലേലൂയ. 2-ാം അധ്യായം 39-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തിയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യും. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ 7:39 പറയാണ്, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവ് ഒരു വാഗ്ദത്തമായിരുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2:33 പറയാ, അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾക്ക് ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. നിങ്ങളിപ്പോൾ കേട്ടില്ലേ അന്യഭാഷ പറയുന്നത്? ഈ ആമേൻ അഗ്നിനാവുകൾ പ്രത്യക്ഷമായിരിക്കും നിങ്ങൾ കണ്ടില്ലേ? കൊടിയ കാറ്റ് അടിക്കുന്ന പോലെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ അനുഭവിച്ചില്ലേ? അവിടെ കാണാനുണ്ടായിരുന്നു, കേൾക്കാനുണ്ടായിരുന്നു, അനുഭവിക്കാനുണ്ടായിരുന്നു, പറയാനുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുള്ള പ്രത്യേകത കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എഴുതിയേക്കുവാണ്, യേശു കർത്താവ് ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തിട്ട് പിതാവിനോട് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെ വാങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പൗലോസ് ലീഗ എഫേസ് ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം പറയുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താ പറയുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ആമേൻ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ്, വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച ദൈവമക്കളെ, ആ ഭാഗം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, Spirit is called as the spirit of promise. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ്. ആമേൻ, സ്തോത്രം. അടുത്തൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവകാശത്തിന്റെ അച്ചാരം എന്നൊരു വാക്ക് അവിടെയുണ്ട്. അവകാശത്തിന്റെ അച്ചാരം. What is the meaning of അവകാശത്തിന്റെ അച്ചാരം? ആമേൻ. അവകാശത്തിന്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ, ആമേൻ, നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ പോയി. ആ ഫ്ലാറ്റ് വാങ്ങിച്ചത് കണ്ട് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫുൾ എമൗണ്ട് പേ ചെയ്യത്തില്ല. 4 കോടി രൂപയുടെ ഫ്ലാറ്റ് ആണെങ്കിൽ, 1 കോടി രൂപയുടെ ഫ്ലാറ്റ് ആണെങ്കിൽ
ആ ഫ്ലാറ്റിൻ്റെ വിലയുടെ ഇത്ര ശതമാനം നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന അഡ്വാൻസ് കാണുമ്പോൾ ഓർത്തോണം മേടിക്കാൻ പോകുന്ന സംഭവത്തിൻ്റെ വലിപ്പം. ഇന്നു രാത്രി ആത്മാവ് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്ന് അത് വാഗ്ദത്തത്തിൻ്റെ അച്ചാരമാണെങ്കിൽ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. The earnest of our inheritance, the earnest of our inheritance എന്ന് പറയുമ്പോൾ നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതിൻ്റെ ഉറപ്പ് എന്തുവാ? നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതിൻ്റെ ഉറപ്പ്, നമ്മളെ വീണ്ടെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ് പരിശുദ്ധാത്മാവാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും നാൾ കരുതിയിരുന്നത് പരിശുദ്ധാത്മാവിനെ കൈയടിക്കാനും പാട്ടുപാടാനും അന്യഭാഷ പറയാനും കൃപാവരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ശക്തിയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരാൾ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആ വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ, രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ പ്രൂഫാണ്, സീൽ ചെയ്തിരിക്കുന്നു, സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങൾ വിളിച്ചു പറയണം, ഐ ആം സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു, ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന വാഗ്ദത്തത്തിന്റെ ഉറപ്പിനായി ദൈവം പ്രത്യേക സാഹചര്യങ്ങളിൽ ആണയിട്ട് ഉറപ്പ് കൊടുക്കുന്നു എന്ന് ദൈവത്തിൽ വായിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 6:17 ദൈവം ആണയിട്ട് ഉറപ്പ് കൊടുത്തു. നമ്മളെ ഇവിടെ ഇട്ടിട്ട് പോത്തില്ല, നമ്മളെ വീട്ടിൽ ചേർക്കാൻ വരും. കർത്താവ് നമ്മൾ കർത്താവിൻ്റെ സമ്പത്താണെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവെന്ന അച്ചാരം, പരിശുദ്ധാത്മാവെന്ന അഡ്വാൻസ്, ആമേൻ, ആ സീല്. ആമേൻ. 3 കാര്യം നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു. അവകാശത്തിൻ്റെ അച്ചാരമാവുന്ന വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മ. അപ്പം ആമേൻ, കർത്താവ് നമുക്ക് വേണ്ടി അഡ്വാൻസ് കൊടുത്തിട്ട് പോയേക്കുക, അഡ്വാൻസ് പേയ്മെന്റ് നടത്തി. ആമേൻ. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമുക്കൊരു നിത്യത ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മളെ ചേർക്കാനായിട്ട് കർത്താവ് ഇറങ്ങി വരുമെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇന്ന് രാത്രി ആത്മാവിൻ്റെ ഒരു വാക്യം വായിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. റോമാലേഖനത്തിലാണ് ആ വാക്യം. ഒന്ന് എടുത്തോട്ടെ, അതിനോട് പരിശുദ്ധാത്മാവ് വാക്യം വായിക്കാൻ. റോമാലേഖനം 8-ാം അധ്യായം, അവൻ 15-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇതൊരു 1 വേ കോൺവെർസേഷൻ ആണല്ലോ. നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? എനിക്ക് മനസ്സിലായി, ഞാൻ നിങ്ങളോട് പറയാം. This particular verse tells us the importance of the Holy Spirit, importance of the indwelling of the Holy Spirit. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി ഒരു വെളിപ്പാടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരം ഈ മണ്ണിനോട് അഴുകിച്ചേർന്നാൽ തന്നെ അതിനെ ഉയർപ്പിക്കുന്നത് നമ്മുടെ അകത്തിരുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഡേഞ്ചറുണ്ട്. നമ്മുടെ അകത്ത് വസിക്കുന്ന ഒരു പരിശുദ്ധാത്മ നമ്മുടെ അകത്തില്ലെങ്കിൽ നമ്മുടെ മൃതശരീരങ്ങൾ നമ്മൾ മരിച്ചു മൺമറഞ്ഞു പോയാൽ ഉയർക്കത്തില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? നിങ്ങളത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിയേ. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യമാണ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പേര് കേട്ടോ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. The same spirit that resurrected Jesus from the dead. അപ്പൊ അടുത്ത വാക്യങ്ങളിൽ നമ്മുടെ അകക്കണ്ണുകൾ തുറക്കാനുള്ള പ്രാർത്ഥനയാണ് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇതേ ആത്മാവ് ആ കല്ലറയ്ക്കകത്തേക്ക് വ്യാപരിച്ച് യേശുവിനെ ഉയർപ്പിച്ച് സകല നാമങ്ങൾക്കും മേലായ നാമം നൽകി. ആ ആത്മാവ് നമ്മുടെ അകത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇൻഹെറിറ്റൻസ് നമ്മളിൽ ഉണ്ടെന്ന് ഇന്നലെ കേട്ടു. ദൈവത്തിന്റെ അവകാശം നമ്മൾ പ്രാപിച്ചെന്ന് മനസ്സിലാക്കി. ഇന്ന് രാത്രി പരിശുദ്ധ പറയാം, നമ്മുടെ അകത്തിരിക്കുന്ന ശക്തിയുടെ വലിപ്പവും നാം ഒന്ന് തിരിച്ചറിയണം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആത്മാവാ നമ്മുടെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ തൊടുന്നതെല്ലാം ജീവൻ പ്രാപിക്കണം.
യേശുവിന്റെ നാമത്തിൽ. അപ്പൊ അഭിഷേകം പ്രാപിക്കുന്നവർ തൊടുന്നിടത്തെല്ലാം ജീവനുണ്ടാകും. മരിച്ച ഡെഡ് ബോഡികൾ എഴുന്നേറ്റ് നടക്കണം. വിശ്വസിക്കുന്ന ഈ മക്കളെ, നിങ്ങളെ കൊണ്ട് പറ്റില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, മരിച്ചവരിൽ നിന്ന് കർത്താവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഇഫ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇഫ് ദാറ്റ് സെയിം സ്പിരിറ്റ് ഈസ് ഇൻഡ്വെല്ലിംഗ് ഇൻ യു. യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്, നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവിനെ കൊണ്ട്, ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ്, നമ്മുടെ അകത്തുള്ള ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എങ്ങനെയാണ് നമ്മുടെ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ പോകുന്നത്? നമ്മുടെ അകത്ത് ഇപ്പൊ വസിക്കുന്ന പരിശുദ്ധാത്മാവുണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ജീവിപ്പിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിനെ കളിയാക്കുന്നവർ ഒന്നും ഡെഡ് ബോഡി ഉയർക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായല്ലോ. ഇത് ദൈവത്തിന്റെ വചനമായത് പാസ്റ്റർ ജെയിംസിന്റെയോ ഏതെങ്കിലും സഭയുടെയോ പഠിപ്പിക്കലല്ല. ഈ വചനം നന്നായി വായിച്ചു പഠിച്ചാൽ the role of the Holy Spirit in a believer's life is so much important. നമ്മളത് പഠിക്കണം, അത് ധ്യാനിക്കണം കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സീൽ അച്ചാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അച്ചാരം നമ്മൾ അഡ്വാൻസ് കൊടുത്തെന്ന അർത്ഥം നമ്മളത് വാങ്ങിക്കും എന്നുള്ളതാണ്. That is the evidence. And next we are going to the seal. മുദ്രയിട്ടിരിക്കുക. മുദ്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മുദ്രയിടുക പഴയ നിയമ കാലഘട്ടത്തിലുണ്ട്. ഒരാളുടെ ചെവിയിൽ അയാളുടെ സീല് നോക്കിയാൽ ആരുടെ അടിമയാണെന്ന് അറിയാൻ പറ്റും. യജമാനന്റെ സീലുണ്ട്. സോ ഇറ്റ് ഷോസ് ദ ഓണർഷിപ്പ്. സീൽ ഇൻഡിക്കേറ്റ്സ് ദ ഓണർഷിപ്പ്. ഇത് ആരുടേതാണ്? അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അകത്ത് പ്രാപിച്ചിരിക്കുന്ന അഭിഷേകവും ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും, ഇറ്റ് ഈസ് ദ എവിഡൻസ് ഓഫ് യുവർ ഓണർഷിപ്പ്. ഇറ്റ് ഈസ് എ സീൽ. നമ്മൾ ആരുടെ വകയാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സീല്. എസെക്കിയേൽ 9 അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം. അവരുടെ നെറ്റിമേൽ അടയാളം ചെയ്യപ്പെട്ട ജനം. റെവലേഷൻസ്, വെളിപ്പാട് പുസ്തകം 7 അധ്യായം 3 വാക്യം. അടയാളം ചെയ്യപ്പെട്ട ജനം, മുദ്രയിടപ്പെട്ട ജനം, സീൽഡ് പീപ്പിൾ. ദൈവവചനത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊരു കാര്യം, സീൽഡ്. God places a seal on his people to identify them and protect them from the wrath. അവരെ പീഡനത്തിൽ നിന്നും മഹാ ഉപദ്രവത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ തിരിച്ചറിയാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ഒരു അടയാളമാണ് സീല്. മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. നമ്മൾ പലപ്പോഴും സ്നാനത്തിന് ആ പാട്ട് പാടാറുള്ളൂ. അങ്ങനത്തെ ഉള്ള പാട്ടുകളൊന്നും സ്നാനത്തിന് വേണ്ടി ഒതുക്കി വെക്കാതെ ഈ മരുഭൂമി യാത്ര അതൊക്കെ പാടണം കേട്ടോ. ഹല്ലേലൂയ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ദൈവമക്കൾ ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. അപ്പൊ എത്ര സീലുണ്ട് നമുക്ക്. വി ആർ സീൽഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. വി ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവനാണ്. സീൽ ഇറ്റ് ഈസ് സെറ്റ് അപ്പാർട്ട്. വേർതിരിച്ചവരാന്ന് അറിയാൻ പറ്റും. ഉടമസ്ഥാവകാശം മനസ്സിലാക്കാൻ പറ്റും. ഇത് ആരുടെ വകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹിസ് പൊസഷൻ. മുദ്രയിടപ്പെട്ട ജനത്തെ അവൻ സംരക്ഷിച്ചു മാറ്റി നിർത്തുമ്പോൾ സീൽ ഈസ് എ പ്രൊട്ടക്ഷൻ. അവരെ തൊടാൻ പറ്റത്തില്ല. നമുക്കറിയാം, റോഡിൽ ഒരു പോലീസുകാരൻ നിൽക്കുമ്പോൾ അവന്റെ ദേഹത്ത് അശോകചക്രമുണ്ട്, അവന്റെ ദേഹത്ത് സ്റ്റാർ ഉണ്ട്. വെറുതെ പൈസ കൊടുത്ത് വെറുതെ മേടിച്ചു വെച്ചതല്ല. ഗവൺമെന്റ് അവന്റെ റാങ്കിനനുസരിച്ച് കൊടുത്തത്. ആ നക്ഷത്രം അവൻ വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവനെ തൊടുവാൻ ഒരു ശക്തിക്കും പറ്റില്ല. കാരണം അവനെ വഹിച്ചിരിക്കുന്ന മുദ്രയുണ്ടല്ലോ, അത് സർക്കാർ അവന് കൊടുത്ത അധികാരത്തിന്റെ മുദ്രയാണ്. ആ മുദ്ര അവൻ വഹിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തോളം ഹി ഹാസ് ദ അതോറിറ്റി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ദൈവമക്കളെ, ആ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നിങ്ങൾ ഏറ്റിരിക്കുമ്പോൾ പിശാച് നിങ്ങളുടെ കാലിന്റെ കീഴിലാണ്. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. നിന്റെ വീട്ടിൽ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിന്റെ അധികാരത്തിന്റെ അകത്താന്ന് ആലോചിച്ചോണം. അണ്ടർ യുവർ സ്പിരിച്വൽ അതോറിറ്റി.
ആമേൻ, നിങ്ങളായിരിക്കുന്ന ദേശത്തിന്റെ ദുഷ്ടാധിപത്യങ്ങൾ അഭിഷേകം പ്രാപിച്ചൊരു ദൈവ പൈതലിന്റെ അടിയിലാണ്. ബിക്കോസ് യു ഹാവ് ദ അതോറിറ്റി. യു ആർ സീൽഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ് നമ്മള്. യു ഷുഡ് സേ ഐ ആം സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നമുക്കറിയാം, യേശുവിന്റെ കല്ലറയെ റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് അടിച്ച് സീൽ ചെയ്ത് വെച്ചിരുന്നു. അന്നത്തെ കാലത്തിലെ ഏറ്റവും വലിയ മുഖമുദ്രയായിരുന്നു റോമൻ ഇമ്പീരിയൽ മുദ്ര. റോമക്കാർ പറയാണ്, ഈ ശവകുടീരം ഉണ്ടല്ലോ, ഇതിനകത്തിരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇവ മരിച്ചവനാണ്. ഈ ഡെഡ് ബോഡിയുടെ മേൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നൗ ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് റോമൻ എംപറർ. ഇത് റോമക്കാരുടെ വകയാണെന്ന് പറഞ്ഞ് എൻ്റെ അപ്പനെ അടിച്ചൊതുക്കി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഗുഹയ്ക്കകത്ത് കയറ്റിയിട്ട് സീൽ ചെയ്ത് വെച്ചു. Amen. By the grace of God, I could touch that seal. ഒരു പാറയ്ക്കകത്ത് 2-3 ഇരുമ്പ് കഷ്ണങ്ങൾ അടിച്ചു കയറ്റിയിരിക്കുക. പക്ഷെ ആരോ പിഴുതു മാറ്റിയതുപോലെ, ആരോ പൊട്ടിച്ചു മാറ്റിയതുപോലെ, ആമേൻ, മുട്ടായി കഷ്ണം ആമേൻ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന പോലെ, ബിസ്ക്കറ്റ് പൊട്ടിച്ചു കളയുന്ന ലാഘവത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി റോമൻ ഇമ്പീരിയൽ മുദ്രയെ ഒടച്ചു കളഞ്ഞു. ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേലിരിക്കുന്ന ഒരു മുദ്രയുണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ടാകിയാൽ ഈ ലോകത്തിന്റെ ഒരു മുദ്രയ്ക്കും നിന്റെ മേൽ ചാപ്പയിടാൻ പറ്റില്ല. നിന്റെ മേൽ അവകാശവാദം പറയാൻ പറ്റത്തില്ല. യു ആർ ഓൾറെഡി ദ പൊസഷൻ ഓഫ് ഗാഡ്. യു ആർ ഗാഡ്സ് പ്രോപ്പർട്ടി. യു ആർ ഗാഡ്സ് സെറ്റ് അപ്പാർട്ട് പീപ്പിൾ. യു ആർ ഗാഡ്സ് പൊസഷൻ. വാട്ട് ഈസ് ദ പ്രൂഫ്, പാസ്റ്റർ? Because I am sealed by the Holy Spirit. ഹല്ലേലൂയ. പിശാചിന്റെ മുദ്രകൾ ഇന്ന് രാത്രി തകർക്കപ്പെടട്ടെ. പിശാചിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി തകർക്കപ്പെടട്ടെ. ദൈവമക്കളെ, നിങ്ങൾ പേടിച്ചിരിക്കരുത് കേട്ടോ. നിങ്ങൾ മുദ്രയിടപ്പെട്ട ദൈവമക്കളാണ്. മുദ്രയിടപ്പെട്ട ദൈവമക്കളാണ്. സ്തോത്രം, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. യോഹന്നാനോട് കർത്താവ് പറഞ്ഞു, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനമൊന്നും മുദ്രയിടരുത്. 22 റെവലേഷൻ 22:10 നമ്മളത് വായിക്കുന്നു. യെസ്, ശ്രദ്ധിച്ചേ ദൈവമക്കളെ. സീൽ ഈസ് ദ സെക്യൂരിറ്റി. സീൽ സെക്യൂരിറ്റിയാണ്. ഒരു കണ്ടെയ്നറിനകത്ത് വില കൂടിയ സാധനങ്ങൾ കയറ്റി വിടുമ്പോൾ ആ കണ്ടെയ്നറിന്റെ ആമേൻ ആ കൊളുത്തിട്ടിട്ട് അവരത് സീൽ ചെയ്ത് വെക്കും. ഈ പോർട്ടിൽ നിന്ന് യാത്ര ചെയ്ത് അടുത്ത പോർട്ടിൽ അതിന്റെ കൺസേൺഡ് ആൾക്കാർ വന്നിട്ട് ആ സീല് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സീല് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതോറിറ്റി ഉള്ളവന് മാത്രമേ സീല് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം, സീൽ ചെയ്ത ഒരു ദൈവമുണ്ട്. നിന്നെ ആമേൻ സീലിൽ നിന്റെ സീല് ബ്രേക്ക് ചെയ്യാൻ, നിന്നെ തൊടാൻ ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. ആൻഡ് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുദ്ര നമ്മുടെ പാസ്പോർട്ടിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാരാന്ന് അറിയപ്പെടുന്നത്. അതുപോലെ സ്വർഗീയ ഗവൺമെന്റിന്റെ മുദ്ര നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് നാം സ്വർഗീയരാണെന്ന് മനസ്സിലാക്കുന്നത്. നമുക്കത് അറിയത്തില്ലെങ്കിലും പിശാചിന്റെ സേനയ്ക്കറിയാം. ഡു നോട്ട് ടച്ച് ജെയിംസ് ബിക്കോസ് ഹി ഈസ് സീൽഡ്. ഓ, അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്. അവളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്. ഡെവിൾ cannot touch you because you are the heavenly property. It is the evidence. The seal is the evidence that you are the heavenly citizen. The seal of the Holy Spirit is the evidence that you are the citizen of heaven. പരിശുദ്ധാത്മാവിന്റെ ആ സീലാണ് തെളിവ്, ഞാൻ സ്വർഗത്തിന്റെ വകയാണെന്ന്. ഹല്ലേലൂയ. പണ്ടൊക്കെ, ഇപ്പം കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ ഉദാഹരണം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബോംബെയിൽ നിന്ന് ഇപ്പം ട്രെയിന് പോകുന്നവരും കുറവാണല്ലോ. ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്ത് എറണാകുളത്ത് എത്തുന്നതിന് മുമ്പേ ഈ പാളങ്ങളുടെ സൈഡിലെല്ലാം ഇരുമ്പ് പാളങ്ങളും നട്ടും ബോൾട്ടും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം. കൊടുത്ത നല്ല പൈസ കിട്ടും. കാരണം നല്ല ഉരുക്കാണ്. റെയിൽവേയുടെ സാധനമാണ്, ഗവൺമെന്റിന്റെ സാധനമാണ്. കൊണ്ട് വിറ്റ നല്ല പൈസ കിട്ടും. പക്ഷേ ഒരു ഭിക്ഷക്കാരനും തുരുമ്പ് വെറുക്കുന്ന ഒരു മനുഷ്യനും അതേ തൊട്ട് കളിക്കത്തില്ല. കാരണം അതേ തൊട്ടാൽ വിവരം അറിയും. ഒരു ചെറിയ നട്ടെങ്കിലും കൊണ്ട് വിറ്റാൽ ആമേൻ പോലീസുകാർ വീട്ടിൽ തപ്പി വരും. കാരണം അതിനകത്തൊരു സീലുണ്ട്. എടുത്തവനും കുടുങ്ങും, വിറ്റവനും കുടുങ്ങും, മേടിച്ചവനും കുടുങ്ങും. കാരണം ഇന്ത്യൻ റെയിൽവേയുടെ സീൽ അതിലുള്ളിടത്തോളം കാലം ആർക്കും അത് വിനിമയം ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. You are sealed by the Holy Spirit.
ആമേൻ, പരിശുദ്ധാത്മാവിനാൽ നാം മുദ്ര വെച്ചിരിക്കുകയാണ്. സ്തോത്രം. സോ ഓൾ ടുഗദർ ഇന്ന് പറഞ്ഞ രാത്രി പറഞ്ഞ വചനം എല്ലാം കൂടെ ഒന്ന് പഠിക്കുമ്പോൾ റോമാലേഖനം 4-11 വാക്യം, റോമൻ 4:11 പറയാ, അബ്രഹാം പരിച്ഛേദനയേറ്റത് വിശ്വാസനീതിയുടെ മുദ്രയായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. സോ ആമേൻ, എല്ലാ ഈ സ്ക്രിപ്ചർ എല്ലാം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴത്തേന് സീൽ കമ്മ്യൂണിക്കേറ്റ്സ് ദ ഓണർഷിപ്പ്, പ്രൊട്ടക്ഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് റിലേഷൻഷിപ്പ്. ദൈവമക്കളെ, കർത്താവിനെ ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സീൽ ചെയ്തു. എപ്പോഴാണെന്നറിയാമോ? കർത്താവിന് ഒത്തിരി പേരുകളുണ്ട്. കർത്താവിനുള്ള പേരുകൾ കേട്ടാൽ നമുക്ക് കരച്ചിൽ വരും. നാട്ടുകാർ വിളിക്കുന്ന പേരുകൾ: മറിയയുടെ മകൻ, തച്ചക്കൊച്ചൻ, വേശ്യാപുത്രൻ, എന്തൊക്കെ പേരുകൾ കർത്താവിനെ അവർ വിളിച്ചു കാണും. ഹല്ലേലൂയ. പക്ഷേ ദൈവകൽപ്പനമായ സ്നാനം സ്വീകരിപ്പാനായി യോർദാനിൽ യോഹന്നാന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ മേൽ ഇറങ്ങി വന്നു. ഇറ്റ് വാസ് എ സീലിംഗ് പ്രോസസ്. സീൽ ചെയ്തപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. That was a sealing process of Jesus. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ ആ സത്യവചനം നമ്മൾ കേട്ടപ്പോൾ, ആ സത്യവചനം നമ്മൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ മുദ്ര വെച്ചു. You are no more the property of devil. You are no more the property for sin, and you are no more the property for this world, but you belongs to heaven. ഇന്ന് രാത്രി പറ, ഞാൻ മുദ്രയിടപ്പെട്ടവനാണ്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഇറ്റ് ഈസ് എ പ്രൂഫ്. അപ്പൊ ഒരു ബോണഗേനായ, ഒരു വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിന്റെ അടയാളമാണ് പരിശുദ്ധാത്മാഭിഷേകം. പരിശുദ്ധാത്മാവ് to indwell, residence in the believer, നമ്മുടെ അകത്ത് വസിക്കുന്നതിന്റെ അടയാളം. എ പ്രൂഫ്, എ ഡെമോൺസ്ട്രേഷൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെന്ന് എങ്ങനെയാ തിരിച്ചറിയുന്ന ആൾക്കാര്? ഈ സീല് കാണുമ്പോൾ. അപ്പൊ സീൽ എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള ഒന്നല്ലേ, പുറത്തടിച്ചിരിക്കുന്നത്. അപ്പൊ പ്രകടമായതൊന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെന്ന് നമ്മുടെ അടുത്ത് വരുന്നവർക്ക് പ്രകടമായിട്ട് മനസ്സിലാകും. They can understand that you are carrying the spirit. അപ്പൊ ലോകക്കാർ നോക്കുമ്പോൾ നമ്മളെ പുറമെ മനസ്സിലാക്കണമെന്ന് സാരം. അതുകൊണ്ട് നമ്മൾ ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം, ഗലാത്യ ലേഖനം 5:22 പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മൾ പ്രകടമാകണം. ബിക്കോസ് വി ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. വീണ്ടെടുപ്പിൻ നാളിനായി വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്ര വെച്ചിരിക്കുക. എന്നത്തേക്കാണ്? വീണ്ടെടുപ്പിന്റെ നാളിനാൽ. ദൈവമക്കളെ, ഈ മുദ്രയുള്ളവർ മാത്രമേ ഉയർക്കത്തുള്ളൂ. ഞാൻ ആത്മാവിൽ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ 1 മിനിറ്റ് മാത്രം ശേഷിപ്പുള്ളപ്പോൾ ഈ സീലുള്ളവരെ മാത്രമേ കയറ്റത്തുള്ളൂ. ഒരു എമിഗ്രേഷൻ സ്ഥലത്ത്, എമിഗ്രേഷൻ കൗണ്ടറിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിനകത്തൊരു സീൽ ചെയ്യും. നമ്മുടെ പാസ്പോർട്ടിനകത്ത് സീൽ ചെയ്യും. വിസിറ്റിന് വേണ്ടി ഒരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ എമിഗ്രേഷൻ ഓഫീസ് നമ്മൾ ചോദിക്കും, വേർ ഈസ് യുവർ സ്പോൺസർ ലെറ്റർ? സ്പോൺസർ ലെറ്റർ വായിച്ചിട്ട് ചോദിക്കും, നീ എന്തിനു വേണ്ടിയാ ഇവിടെ വന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ വിസിറ്റ്? അപ്പം നമ്മൾ പറയും, വിസിറ്റിങ്ങിന് വന്നതാണ്. എത്ര നാൾ നിനക്ക് നീ ഇവിടെ നിൽക്കും? ഞാൻ ഇത്രയും നാൾ നിൽക്കും. സോ അവൻ ആ സ്റ്റാമ്പ് എടുത്തിട്ട് നമ്മുടെ വിസ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്യും, മുദ്ര വെക്കും. താങ്ക് യു ജീസസ്. അങ്ങനെ വീണ്ടെടുപ്പിൻ ആ മുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് നമുക്ക് കാലുകുത്താൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ആത്മാവിനെ ഞാൻ ദൂത് പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ മുദ്രയേക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. ഇത് വെറുതെ കളിയല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേലില്ലെങ്കിൽ നമ്മൾ മരിച്ചു മൺമറഞ്ഞു പോയാൽ ആ ശരീരം ഉയർക്കത്തില്ല. താങ്ക് യു ജീസസ്. സോ എത്ര വലിയ കാര്യമല്ലേ? ഇത്രയും വലിയ വെളിപ്പാടുകൾ ഉണ്ടായിരുന്നു പാസ്റ്ററെ. ഇതിനപ്പുറം കൊണ്ട് നിങ്ങൾ വായിച്ച ഇനിയും കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. സോ ദ ഹോളി സ്പിരിറ്റ്, God is with us. Our inheritance, our heritage is the Holy Spirit. We shall dwell with the Lord forever. നമ്മൾ എന്നും കർത്താവിൻ്റെ കൂടെ വാഴും. കാരണം ഇപ്പോൾ എന്നും നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. നാം യുഗായുഗങ്ങൾ കർത്താവിൻ്റെ കൂടെ വാഴാൻ പോവുക. പ്രൂഫ് എന്നതാ പാസ്റ്ററെ? ഇപ്പോൾ നമ്മുടെ കൂടെ 24 മണിക്കൂറും ഓരോ സെക്കൻഡിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. തെളിവ്
I am a moving temple of the Holy Spirit. My body is the temple of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് ഞാൻ. ഇന്ന് രാത്രി വിളിച്ചു പറ, I am the temple of the Holy Spirit. I am a vessel of the Holy Spirit. So I carry the glory of God in me. റോമാലേഖനം 8:15-16 പറഞ്ഞു, you not receive the spirit of slavery but the spirit of sonship to call the Lord Abba Father. ഇന്ന് രാത്രി വചനങ്ങൾ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയായിട്ട്. നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 7-fold prayer of പോളാണ്. പൗലോസിന്റെ പ്രാർത്ഥനയാണ് നാളെ പഠിക്കാൻ പോകുന്നത്. പൗലോസിന്റെ 2 പ്രാർത്ഥനകൾ എഫേസ്യ ലേഖനത്തിലുണ്ട്. അതിൽ ഏറ്റവും ശക്തിമത്തായ പ്രാർത്ഥന നാളെ നമ്മൾ ഗ്രഹിക്കും. കർത്താവ് അതിനായിട്ട് നമ്മുടെ കണ്ണുകളെ തുറക്കും. നാളത്തെ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത്. നാളെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. കർത്താവ് ശക്തമായിട്ട് നമ്മൾ ഇടപെടും. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കും. അടുത്ത ആത്മമണ്ഡലത്തിൽ പറക്കണമെന്ന് ആഗ്രഹമുള്ളവർ നാളത്തെ ക്ലാസ് മിസ് ചെയ്ത്, നാളെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം 7 മണി തൊട്ടുണ്ട്. നോ മാറ്റർ, നമ്മൾ അതുകൊണ്ട് വൈകിട്ടത്തെ ക്ലാസ് മാറ്റുന്നില്ല. ഇത്തിരി സ്ട്രെയിൻ എടുത്താണെങ്കിലും ഐ വിൽ കം ആൻഡ് ടീച്ച് യു ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ കൊതിയോടെ വരുന്നുണ്ട്, ആ കൊതിയെ ഞാൻ മാനിക്കുന്നു. നാളെ നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. അല്ല, ഇന്ന് രാത്രി കാഹളം ധരിച്ചാൽ കർത്താവിൻ്റെ വരവിൽ വാനവിധാനത്തിൽ പറന്നുയരാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വൺസ് അഗെയിൻ ദ ഹോളി സ്പിരിറ്റ് ഈസ് റിമൈൻഡിങ് യു ദാറ്റ് യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെച്ചിരിക്കുക. വാഗ്ദത്തം നിവർത്തിക്കാൻ സമയമായി. കർത്താവ് മടങ്ങി വരാൻ സമയമായി. ഏറ്റവും അവസാന വാക്യം വെളിപ്പാട് പുസ്തകത്തിൽ വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു. ആമേൻ. അതാ ഏറ്റവും വലിയ വാഗ്ദത്തം. അന്നത്തെ ദിവസത്തെ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മളെ പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്തിരിക്കുകയാണ്. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മളെ സീൽ ചെയ്തിരിക്കുന്നു. ഗെറ്റ് റെഡി. ആ വരവിനായി ഒരുങ്ങിയാട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി ആത്മാർത്ഥമായിട്ട് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ, ബ്ലസ് യു ഓൾ, ബ്ലസ് യു ഓൾ.